ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഇഡ്ഡലി റെഡിയാക്കാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ പൂനെയിലൊക്കെ ഒരു 5 ദിവസമായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. നാട്ടിലും ഇപ്പോൾ മഴ തുടങ്ങി. ആദ്യമൊക്കെ മഴ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ നാട്ടിലൊക്കെ മഴ ഭയങ്കരമായിട്ട് കൂടി. കുറേ വീടുകളിലൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് മഴ കുറയട്ടെ. ഇപ്പോൾ ഇതാ നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. സ്കൂളിൽ കൊടുത്തു വിടാൻ ഞാൻ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കണ, ദോശ കൊടുത്തു വിടാറില്ല. ദോശ കുറേ ആകുമ്പോൾ അങ്ങ് തണുക്കും ടിഫിൻ ബോക്സിലിരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇഡ്ഡലി ആയിരിക്കും കൊടുക്കുക. ദോശ വീട്ടിലുള്ള സമയത്തായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇതാ ചായ ഒഴിച്ച് വെക്കാനായിട്ട്, ഇത് നമുക്ക് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കിട്ടിയൊരു പാത്രമാണ് കേട്ടോ. ഇതിങ്ങനെ ചായ ഒഴിച്ച് വെക്കണതാണ്. അതിങ്ങനെ ലോക്കാക്കാൻ എനിക്ക് കുറച്ച് പണിയാണ്. അതിങ്ങനെ കറക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ലോക്ക് വീഴും. പക്ഷേ ഞാൻ കുറേ തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് ലോക്ക് വീണത്. അത് നല്ല ഭംഗിയുണ്ട്. ആരെങ്കിലും വരുമ്പോൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് കണ്ടപ്പോഴത്തേനും ജസ്റ്റ് അതിലൊന്ന് ചായ ഒഴിച്ച് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. എന്തായാലും അതിൻ്റെ കളറും ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ട്. ഞാൻ ലാസ്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചായയൊന്നും കൊള്ളില്ല, ഒരു 2 ഗ്ലാസ് നിറച്ച് കൊള്ളുള്ളൂ അതിനകത്ത്. ഒത്തിരി ചായയൊന്നും കൊള്ളില്ല, എന്നാലും നല്ലൊരു ഭംഗിയുള്ള പാത്രം. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചെറിയൊരു പാത്രം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ സ്നാക്സ് പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ എടുത്തിട്ട്. 2 കപ്പും ആ ഒരു ചെറിയ ബൗളും കൂടെയാണ് വരണത്. അപ്പോൾ ഇതിൽ നമുക്ക് ആരെങ്കിലും 2 പേരൊക്കെ വരുമ്പോൾ കൊടുക്കാം. ഒരു നല്ല ഡിസൈനൊക്കെ ഉള്ളൊരു ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ദേവൂട്ടനെ തുറക്കാൻ കിട്ടണ കാരണം അവ ഇടക്ക് വന്നതൊക്കെ എടുക്കും. ഞാനതുകൊണ്ട് കുറച്ച് ഉള്ളിലോട്ട് നീക്കിയൊക്കെ വെക്കണത്. പിന്നെ അതാ നമുക്ക് ഇഡ്ഡലിക്ക് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. തേങ്ങാ ചമ്മന്തിയിലും തക്കാളി ചട്നി ആകുമ്പോൾ കുറച്ചും കൂടെ ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ അത് കാരണം ഇതാകുമ്പോൾ എളുപ്പമാവുകയും ചെയ്യും. ഒന്ന് അരിഞ്ഞത് വഴറ്റിയിട്ട് പിന്നെ മുളക് പൊടി ഇട്ട് എടുത്താൽ മതി. അപ്പോൾ അത് കാരണം പെട്ടെന്ന് റെഡിയാകും. ചിലർ മുളക് പൊടി ഇടാണ്ട് നമ്മുടെ വറ്റൽ മുളക് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അരയ്ക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഞാൻ പൊടി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഇനിയിപ്പോൾ സ്കൂളിൽ പോകേണ്ട നേരമാവണ കാരണം വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ ഉപ്പൊക്കെ പെട്ടെന്ന് ഇട്ട് കൊടുത്ത്, എന്ന് വെച്ചാൽ വേഗം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. എൻ്റെ ഈ ചീനച്ചട്ടി ഒരു ഇത്തിരി കനക്കുറവുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അത് ഞാൻ എടുത്തപ്പോഴത്തേനും അങ്ങനത്തെ ഒരു ചട്ടിയായിപ്പോൾ എടുത്തത്. അത് കാരണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും അത്. പെട്ടെന്ന് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേഗം ഇളക്കി കൊടുത്ത് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2-3 വേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ തക്കാളി, സവോളയും വേപ്പിലയും പിന്നെ നമ്മൾ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് വേഗം റെഡിയാക്കി എടുക്കാം. ചിലർ നമ്മുടെ ഉണക്കമുളക് ഇല്ലാതെ ചേർക്കാം മുളക് പൊടിക്ക് പകരം, അതിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി തീ ഓഫ് ചെയ്യാം. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം അത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ആ സമയം കൊണ്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചട്നി ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ശകലം വെള്ളം ഞാൻ ചേർത്ത്, ഒരു ചെറുതായിട്ട്, ഒത്തിരിയല്ല, ചെറുതായിട്ടൊന്ന് കുഴയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ വെള്ളം പോലെ ആക്കിയില്ല. അപ്പോൾ എന്തായാലും അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. വേദൂസ് രാവിലെ പോകുമ്പോൾ ഒന്നും കഴിക്കാതെ പോണത്, സ്കൂളിൽ കൊണ്ടുപോകത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയൊക്കെ വേഗം നോക്കുവാണ്. ഇനി നമുക്ക് അച്ചിങ്ങയാണ് കേട്ടോ കിട്ടിയത്. ഇതെല്ലായിടത്തും അച്ചിങ്ങ എന്നാണ് പറയണമെന്നറിയില്ല. ചിലർ പയറെന്ന് പറയും. ഞങ്ങൾ പയറെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയറാണ് ശരിക്കും പയറെന്ന് പറഞ്ഞാൽ. ഇത് അച്ചിങ്ങ എന്നാണ് ഞങ്ങളൊക്കെ പറയണത്. അപ്പോൾ ചോറ് അവിടെ തിളയ്ക്കണുണ്ട്. പിന്നെ ഇത് മത്തങ്ങായും പയറും കൂടെ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പൊക്കെ അരച്ച് പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ദേവൂട്ടൻ ഇനി വഴക്കെടുക്കും മുന്നേ വേഗം തന്നെ എല്ലാം ചെയ്യണം. അവൻ ഇനി അലമ്പുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതൊന്നും ചെയ്യിപ്പിക്കുകയില്ല. അപ്പോൾ അത് കാരണം ഞാൻ വേഗം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല ജീരകവും കൂടെ കൂട്ടിയിട്ട് നമ്മൾ അരച്ചതാണ്.
വൻപയർ സാധാരണ തലേദിവസം വെള്ളത്തിട്ടിട്ട് അങ്ങനെ എടുക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ഈ മുളപ്പിച്ച വൻപയർ കിട്ടും. അതിവിടെ ഇഷ്ടംപോലെ പാക്കറ്റുകളിൽ കടല, വൻപയർ, ചെറുപയറൊക്കെ മുളപ്പിച്ചത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അത് വാങ്ങിച്ച് ഇതുപോലെ മത്തങ്ങയുടെ കൂടെ അതാകുമ്പോൾ എളുപ്പം വേഗം പെട്ടെന്ന് വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾ പിന്നെ അലമ്പുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തിട്ടാ. നല്ല മഴയാണ് മുറ്റത്ത്. നല്ല മഴയുണ്ട്. ഇപ്പോൾ ദാ അപ്പുറത്തെ ബിൽഡിങ്ങിൽ സ്കൂൾ വാനൊക്കെ വരുന്നുണ്ട്. ഇവിടെ നല്ല പോലെ മഴ തുടർച്ചയായിട്ടൊക്കെ പെയ്യുവാണെങ്കിൽ ഇവർക്ക് അവധിയൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന അവിടുന്ന് ഏകദേശം അടുത്താണ് ഒരു ചെറിയ ഡാമുള്ളത്. അപ്പോൾ അവിടുത്തെ ഷട്ടറൊക്കെ തുറന്ന കാരണം വെള്ളമൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. റോട്ടിലായാലും ഒക്കെ ഒരുവിധം വെള്ളമുണ്ട്. ഒഴുകി പോകാനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ മണ്ണുള്ള പ്രദേശങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് വെള്ളം താഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഇനി വെയിലൊക്കെ നല്ലപോലെ വന്നാലേ വെള്ളമൊക്കെ കുറയുള്ളൂ. അപ്പോൾ എല്ലായിടും ഇങ്ങനെ റോഡ് പൊക്കി വെച്ചിട്ടുള്ള കാരണം ഫുള്ള് വെള്ളമാണ് എല്ലായിടത്തും. പിന്നെ അതാ ഞങ്ങൾ മലയാളി കടയിൽ വന്നാണ് കേട്ടോ. ഗായത്രി കേരള സ്റ്റോർ എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ ഇതാ നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴമൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. കപ്പ, ചേന, ചേമ്പ്, അങ്ങനത്തെ കുറേ കൂർക്ക എന്ന് ഈ നാട്ടിലൊന്നും ഇല്ല. കപ്പ ഇല്ല. അത് മധുരക്കിഴങ്ങാണ്. അത് പിന്നെ ഈ നാട്ടിലും ഉണ്ട്. എന്നാലും ഇവിടെയും വിൽക്കുന്നുണ്ട്. പിന്നെന്താ നമ്മുടെ നാട്ടിൽ കിട്ടണ സൈസ് രക്തചന്ദന പൊടികൾ, പിന്നെ മറ്റേ ആനയുടെ മറ്റേ നെറ്റിപ്പട്ടം പോലത്തത്, കൃഷ്ണൻ്റെ പ്രതിമകൾ, അങ്ങനെ നാട്ടിലത്തെ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ ഒരു മാസത്തെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും വരും. നമ്മൾ അരിയൊക്കെ ഇവിടുന്നാണ് വാങ്ങണത്. നാട്ടിലെ പോലെ തന്നെ അരിയൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വരണം. ഇതാ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് കുറേയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അപ്പുറം ഇരിക്കുന്നത് ജ്യൂസ് ഐറ്റംസൊക്കെയാണ്. ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ മിക്സൊക്കെയാണ്. നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് വെള്ളത്തിൽ കലക്കി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാനാണ് അങ്ങനെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ ബേക്കറി ഐറ്റംസാണ്. നാട്ടിൽ കിട്ടുന്ന എല്ലാ ബേക്കറി ഐറ്റംസും ഉണ്ട്. കപ്പവറ, ചിപ്സ്, പിന്നെ നാടൻ മുട്ടകൾ, അതൊക്കെ ഉണ്ട്. ഏത് ദുൽഖറിൻ്റെ പടം കണ്ടപ്പോൾ റസ്ക്കൊക്കെ പോയി എടുക്കണുണ്ട്. പിന്നെ ഇതാ കുറേ എന്താ പറയുക, കുടിവെള്ളപ്പൊടി. അതൊന്നും ഇവിടെ ഈ നാട്ടിലൊന്നും അതൊന്നും കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ആ കുടിവെള്ളപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വേറെ അല്ലേ. പിന്നെ ഇതൊക്കെ എണ്ണകളാണ് കേട്ടോ. നമ്മുടെ ഒരു ആയുർവേദ ടൈപ്പ് എണ്ണകളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഉജാല, നമ്മുടെ കുട്ടിക്കൂറ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ദീദി ഷാമ്പൂവിൻ്റെ ടിന്ന്. ദീദി ഷാമ്പൂ എന്ന് അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ ശരിക്കും. പിന്നെ ഇത് ഉരുളിയാണ് കേട്ടോ. ഇത് ചിലതിങ്ങനെ ഷോയ്ക്ക് വെക്കണ ടൈപ്പ് ഉരുളിയുണ്ട്. പിന്നെ അല്ലാതെ പാചകത്തിന് എടുക്കുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വിശേഷം. ഇവിടെ ഒത്തിരി സാധനങ്ങളുള്ള കാരണം ഞങ്ങൾക്ക് ഒരു സമാധാനമാണ്. നാട്ടിലത്തെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇവിടെ ഒന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.